രക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സിഹർ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. സിഹർ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന, പ്രയാസപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സിഹർ കൊണ്ട്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചാൽ മതി. നീ എത്ര സിഹർ ചെയ്തെന്ന് പറഞ്ഞാലും ആ സിഹറൊക്കെ ബാത്തുലായി പോകാൻ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കണം. ഇനി സിഹർ ഏറ്റ ആൾക്കാരാണെങ്കിൽ ആ സിഹർ ഫലിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ആ സിഹർ നമ്മളിൽ നിന്ന് ഒഴിവായി പോകാൻ, സിഹർ നമ്മളിൽ നിന്ന് ഒഴിവായി പോകണം. എന്നാലല്ലേ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവുള്ളൂ. ഈ സിഹർ ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കണം. അവൻ മരിക്കുമ്പോൾ ഈമാനില്ലാതെയാണ് അവൻ ചത്തുപോകുന്നത്. അവന് വല്ലാത്ത പ്രയാസമായിരിക്കും. അവൻ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുക. അതുകൊണ്ട് സിഹർ ചെയ്യാൻ വേണ്ടി ആരും നിൽക്കണ്ട. നിങ്ങൾ 500 രൂപ കൊടുത്തിട്ട് സിഹർ ചെയ്യുമ്പോൾ ഇവിടെ ആ സിഹർ ഏറ്റവൻ എത്രത്തോളം പ്രയാസപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് മനസാക്ഷിയുള്ളവർ സിഹർ ചെയ്യില്ല. സിഹർ ഏറ്റ ആൾക്കാരുണ്ടെങ്കിൽ അവര് ചെയ്യേണ്ട, അവരനുസരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ സിഹറേറ്റ മനുഷ്യന്മാര്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സിഹർ ഏറ്റിട്ടുണ്ടെങ്കിൽ ആ സിഹർ കൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും. എല്ലാത്തിനും തടസ്സമായിരിക്കും. സിഹറേറ്റ ആൾക്കാരുടെ ചില അടയാളങ്ങളാണ് അലസതയും മടിയും, ഉറക്കമൊക്കെ ധാരാളം അധികരിക്കുക, ദേഷ്യമുണ്ടാവുക, തെറ്റുകളിലേക്ക് കടന്നു പോവുക, തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് കടന്നു പോവുക. ഇതൊക്കെ സിഹർ ഏറ്റതിന്റെ ചില കാരണങ്ങളാണ്. എന്നാൽ ഈ സിഹർ ഏറ്റ ആൾക്കാരുണ്ട്. ആ സിഹർ ഏറ്റ മനുഷ്യന്മാർക്ക് ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അതിൽ നമുക്ക് മാറി നിൽക്കാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു, ശൈത്വാന്, അതായത് നമ്മുടെ സിഹറേറ്റ മനുഷ്യൻ, നിങ്ങൾക്ക് ശൈത്വാന് ദേഷ്യം വരുന്ന കാര്യങ്ങൾ ചെയ്യുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ളതായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയും ചെയ്യുക. ഇബ്ലീസിന് കോപമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ ചെയ്യുക. ഇബാദത്ത് ചെയ്യുക, ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ചില ആൾക്കാരുണ്ട് ഭയങ്കര ഉറക്കത്തിന്റെ ആൾക്കാരുണ്ടാവും. അത് സിഹറിന്റെ ചില കാര്യങ്ങളായിരിക്കും, സിഹറേറ്റതിന്റെ പ്രശ്നങ്ങളായിരിക്കും. അള്ളാഹു സലാമത്തിലാക്കുമാറാകട്ടെ. അപ്പൊ ശൈത്താന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് കിടന്നുറങ്ങുക എന്നുള്ളതാണ്. ഉറങ്ങുന്നത് ശൈത്താൻ ഇഷ്ടമുള്ള കാര്യമാണ്. ധാരാളം ഉറങ്ങുക, പകൽ കിടന്നുറങ്ങുക, ഉച്ചയ്ക്ക് കിടന്നുറങ്ങുക, രാത്രി കിടന്നുറങ്ങുക, എപ്പോഴും കിടന്നുറങ്ങുക. ഇത് ശൈത്താന് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ആ ശൈത്താന് ദേഷ്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ ഉറക്കത്തെ കുറയ്ക്കുക എന്നുള്ളതാണ്. ഉറക്കത്തെ കുറയ്ക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം വുളൂ ദായിമാക്കുക. രണ്ടാമത്തത് വുളൂ ദായിമാക്കുക. ഒന്നാമത്തത് ഇബ്ലീസിന്, ശൈത്വാന് ദേഷ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യുക. സിഹർ ഏറ്റ ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. രണ്ടാമത്തത് വുളൂ നിങ്ങൾ ദായിമാക്കുക. വുളൂ ദായിമാക്കിയാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് എല്ലാ ശൈത്വാനിയത്തിന്റെ ഇടങ്ങേറിൽ നിന്നും അള്ളാഹു നമ്മളെ സലാമത്താക്കും. ശൈത്വാനിയത്തിന്റെ ഷർറുകളൊക്കെ ഉണ്ടെങ്കിൽ വുളൂ എടുക്കുമ്പോൾ തന്നെ മാറിപ്പോകും. ബിസ്മി ചൊല്ലുക. ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലുക. ബിസ്മിക്ക് വല്ലാത്തൊരു ബറക്കത്തുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോഴും, വെള്ളം കുടിക്കുമ്പോഴും, വസ്ത്രം ധരിക്കുമ്പോഴും, എന്തിന് ബാത്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ബിസ്മില്ലാഹി, അല്ലേ, ബിസ്മി പറഞ്ഞിട്ട് നമ്മൾ കയറുക. വീട്ടിലേക്ക് കയറുമ്പോ ബിസ്മി പറയുക, അഖിലുകാരോട് സലാം പറയുക. ഇതൊക്കെ ശൈത്താന് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. ബിസ്മില്ലാഹി, ബാത്റൂമിലേക്ക് കയറുമ്പോ ബിസ്മില്ലാഹി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി, അല്ലേ, ബിസ്മി ചൊല്ലുക. ബിസ്മി ചൊല്ലുമ്പോ ഇബ്ലീസിന് വല്ലാത്ത ദേഷ്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എപ്പോഴും ചൊല്ലുക. വുളൂ ദായിമാക്കുക. ദായിമൻ വുളൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും അവിടുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബൂദർദ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കടന്നു പോവുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ആ കടന്നു പോകുന്നത് അബൂദർ അല്ലയോ നബിയേ? അബൂദർ അല്ലയോ നബിയേ?
അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബൂദറാണല്ലോ പോകുന്നത്. ജിബ്രീലേ, നിങ്ങൾക്കറിയുമോ അബൂദറിനെ? എങ്ങനെയാ നിങ്ങൾക്കറിയുന്നത്? എങ്ങനെയാ അബൂദറിനെ നിങ്ങൾ മനസ്സിലാക്കിയത്? അല്ലാഹുവിന്റെ പ്രവാചകരോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവേ, വാനലോകത്തുള്ള മുഴുവൻ മലായികത്തുകൾക്കും അബൂദറിനെ അറിയാമല്ലോ നബിയേ, എല്ലാവർക്കും അറിയാമല്ലോ നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് കടന്നു പോവുകയാണ്. അല്ലാഹുവേ, അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് കടന്നു വന്നുകൊണ്ട് അല്ലാഹുവേ, അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് സ്വഹാബത്ത് അവിടുന്ന് പറയുകയാണ്, സ്വഹാബത്തിനോട് പറയുകയാണ്. സ്വഹാബാക്കൾ ചെന്നുകൊണ്ട് അബൂദറിനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകര് പറഞ്ഞല്ലോ, അബൂദറേ, മലായികത്തുകൾ പോലും നിന്നതായ സംസാരമാ, മലായികത്തുകളെ പോലും നിന്നെ കുറിച്ചുള്ള സംസാരമാ അബൂദർ. എങ്ങനെയാത് നേടിയെടുത്തത്? എങ്ങനെയാത് നേടിയെടുത്തത്? അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് ചോദിക്കുമ്പോ അബൂദർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, ഞാൻ നിങ്ങൾ ചെയ്യുന്നത് പോലുള്ള അമലല്ലാതെ എന്റെ അടുക്കൽ വേറൊരു അമലുമില്ല സ്വഹാബാ. നിങ്ങൾ ചെയ്യുന്ന അമലല്ലാതെ വേറൊരു അമലും എന്റെ അടുക്കലില്ല. അല്ലാഹുവേ, അബൂദർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, എപ്പോഴും ഞാൻ ഉളവെടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്, എപ്പോഴും ഞാൻ ഉളവെടുക്കുന്ന സ്വഭാവമുണ്ട്. അതായിരിക്കും മലായികത്തുകൾക്ക് എന്നോട് വല്ലാതെ സ്നേഹമെന്ന് അബൂദർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുമ്പോൾ ആ ഉളവെടുക്കുന്നതിന്റെ പ്രത്യേകത വല്ലാത്തതാണ്. ഉളവെടുത്തുകൊണ്ട് കിടന്നു നോക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, അതാ നീ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നിന്റെ കടപ്പറയിലേക്ക് നീ കടന്നു പോകുന്ന സമയത്ത് ഉളവെടുത്തുകൊണ്ട് കിടന്നുറങ്ങാൻ പോകടി പൊന്നുമോള്. അല്ലാഹുവേ, നിന്റെ ഉറക്കത്തിന് പോലും ഇബാദത്തിന്റെ കൂലിയാണ്. പാതിരാത്രിയിൽ അല്ലാഹുവിന്റെ മുന്നിൽ എണീറ്റുകൊണ്ട് നിസ്കരിച്ചതിന്റെ കൂലിയാണ്. ഉളവെടുത്തുകൊണ്ട് നിസ്കരിക്കാൻ, ഉളവെടുത്തുകൊണ്ടതാ കിടന്നുറങ്ങാൻ പോകുന്നതിന് വല്ലാത്ത പ്രതിഫലമാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുന്ന നബിയേ, ഞങ്ങൾക്കതാ ഒരു സന്തോഷമുണ്ട് നബിയേ, ഒരു സംശയമുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ ഇവിടുന്ന് ചോദിക്കുകയാണ്, എന്ത് സംശയമാ നിങ്ങൾക്കുള്ളത്? സ്വഹാബത്ത് ഇവിടുന്ന് പറയുകയാണ്, നബിയേ, നാളെ പടച്ചവന്റെ പരലോകത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും അവിടെ വന്നുകൊണ്ട് കടന്നു നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകരെ ലോകത്തുള്ള മനുഷ്യന്മാരെ മുഴുവനും അവിടെ കടന്നു വരികയാ. എല്ലാവരും ഉണ്ടല്ലോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരെ എങ്ങനെയാണ് അവിടുത്തെ സമൂഹത്തെ തിരിച്ചറിയുന്നത്? എങ്ങനെയാ അവിടുത്തെ സമൂഹത്തെ തിരിച്ചറിയുന്നത്? അവിടുത്തെ ഉമ്മത്തിനെ തിരിച്ചറിയുന്നത്? സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, സ്വഹാബാ, എന്റെ ഉമ്മത്തീങ്ങളെ ഞാൻ തിരിച്ചറിയുന്നതാണ്. അതാ കറുത്ത കുതിരകളുടെ ഇടയില് വെള്ള കുതിരകൾ നിൽക്കുന്നത് പോലെ കൈകാലുകൾ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് എന്റെ ഉമ്മത്തെന്ന് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുമ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്ന നബിയേ, എങ്ങനെയാണ് നബി അവരുടെ കൈകാലുകൾ പ്രകാശിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അവര് വുളൂ ചെയ്യുന്നവരാണ്, അവര് വുളൂ ചെയ്യുന്നവരാണ്. ആ വുളൂഇന്റേതായ പ്രകാശം നാളെ പടച്ചവന്റെ പരലോകത്ത് വരുമ്പോൾ അവരുടെ കൈകാലുകളും മുഖങ്ങളും അവിടുന്ന് പ്രകാശിക്കുന്നതാണ്. അവരുടെ കൈകാലുകൾ അവിടുന്ന് പ്രകാശിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകാലുകൾ പ്രകാശിക്കുന്ന നാളെ പരലോകത്ത് വരുമ്പോ വല്ലാത്ത പ്രതിഫലമാ. അപ്പൊ സിഹർ ഏറ്റവര് വുളൂ ചെയ്തുകൊണ്ട് നിൽക്കുക, വുളൂയിലായിരിക്കണം. അതേപോലെ ദിക്റുകൾ ദായിമാക്കുക. ദിക്ർ എന്ന് പറഞ്ഞാൽ ദിക്റിന്റെ മജ്‌ലിസിൽ പോയി അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ദിക്റൊക്കെ കാണുമ്പോ 2 മണിക്കൂറൊക്കെ നമ്മൾ ദിക്ർ ചൊല്ലിയിരിക്കും. പക്ഷേ ഈ ദിക്ർ എന്ന് പറയുന്നത് നമ്മൾ നിത്യേന ചൊല്ലേണ്ട ചില ദിക്റുകളുണ്ട്. കിടന്നുറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ദിക്റുണ്ട്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ദിക്റുണ്ട്, വീട്ടിലേക്ക് കയറുമ്പോൾ ദിക്റുണ്ട്, പള്ളിയിൽ കയറുമ്പോൾ ദിക്റുണ്ട്, വാഹനത്തിൽ കയറുമ്പോൾ ദിക്റുണ്ട്, ബാത്റൂമിൽ കയറുമ്പോൾ ദിക്റുണ്ട്, ഇറങ്ങുമ്പോൾ ദിക്റുണ്ട്. ഇങ്ങനെയുള്ള ദിക്റുകള് നമ്മൾ പതിവാക്കുക, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അത് ശൈത്വാന് ഭയങ്കര വിദ്വേഷമുണ്ടാക്കുന്ന, ദേഷ്യമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്താ അറിയോ, നമ്മുടെ ദിക്റിന്റെ മജ്‌ലിസിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും നമ്മൾ ഇരിക്കും, എത്ര നേരം വേണമെങ്കിലും നമ്മൾ ഇരുന്ന് ഭയങ്കര ദിക്ർ ചൊല്ലും. പക്ഷെ ബാത്റൂമിൽ കയറുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്ന് ചൊല്ലാൻ നമ്മൾ മറന്നുപോകും. ചൊല്ലുകയില്ല, തലമറക്കില്ല. നമ്മൾ ഒറ്റ ചാടി ഒറ്റ കയറ്റമല്ലേ അവിടെ കയറുന്നത്. അപ്പൊ അത് ഇബ്ലീസിന് വല്ലാത്ത ഇഷ്ടമാണ് അങ്ങനെ പോകുന്നത്. അപ്പൊ അതിന് നേരെ വിപരീതം എന്ന് പറയുന്നത് ബാത്റൂമിൽ പോകുമ്പോ നമ്മൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മൾ കയറുക. അത് ഇബ്ലീസിന് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ ദായുമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ആ ദിക്റുകൾ നമ്മൾ കൊണ്ടുവരിക, സന്ദർഭത്തിനുള്ള ദിക്റുകൾ. അതേപോലെ ബാങ്ക് വിളിക്കുമ്പോൾ മിണ്ടാതിരിക്കുക. ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് മുഅദ്ദിന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുമ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, മറുപടി കൊടുക്കുക, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അതിനുശേഷമുള്ള ദുആ ചെയ്യുക. ഇതൊക്കെ വലിയ ഇജാബത്തുള്ള, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന വലിയ അമലുകളാണ്. നമുക്ക് ചെറിയ അമലുകളാണെങ്കിലും അത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ അമലാണ്. ചില കാര്യങ്ങൾ അങ്ങനെ അല്ലാഹുവിന്റെ അടുക്കൽ നമ്മുടെ മുന്നിൽ അത് ചെറിയതാണെങ്കിലും അല്ലാഹുവിന്റെ അടുക്കൽ വലുതാണ്. ചിലതൊക്കെ നമ്മൾ വലിയ കാര്യത്തെ ചെയ്യും, അല്ലാഹു അത് മൈൻഡ് പോലും ചെയ്യൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ വലിയ കാര്യമാണെന്ന് പറഞ്ഞ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, പക്ഷെ നമുക്ക് അതിനകത്ത് ഇഖ്ലാസ് ഇല്ല. അങ്ങനെയൊക്കെ വരുമ്പോ അല്ലാഹു അത് മൈൻഡ് പോലും ചെയ്യൂല. എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അള്ളാഹുവിന് വലിയ ഇഷ്ടവും വലിയ കാര്യമായിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മൾ സ്വർഗത്തിൽ കിടക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ സിഹ്റയേറ്റ മനുഷ്യൻ നാലാമതായി ചെയ്യേണ്ടത് ഇശാ മഗ്‌രിബുകൾക്കിടയിൽ ദിക്റുകളും സ്വലാത്തുകളും ഖുർആനുമായി മുഴുകുക. അഞ്ചാമതായി എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, നിന്റെ മാതാപിതാക്കളുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് പൊരുത്തപ്പെടിക്കണേ. സിഹറേറ്റ മനുഷ്യൻ മാതാപിതാക്കളുടെ മുന്നിൽ പോയി പൊരുത്തപ്പെടിക്കുക. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയെങ്കിൽ അവരുടെ ഖബറടക്ക പോയി ഫാത്തിഹ ഓതിയെങ്കിൽ ദുആ ചെയ്യുക. വീട്ടിലിരുന്ന് ഓതിയാലും മതി. സ്ത്രീകള് വീട്ടിലിരുന്ന് ഓതുക, മാതാപിതാക്കൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ദായിമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. സിഹറേറ്റ് ഇതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സിഹർ ബാത്തിലാവും. ഇതൊക്കെ